എനിക്ക് ഒരിക്കലും പറ്റില്ല. എനിക്ക് ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് പറ്റില്ല. എനിക്ക് ഇവിടെ ഈ വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റില്ല ചേച്ചി. ഇവിടെയാണ് പവർ ടീം അല്ലേ. ഞാൻ അത് പുറകെ പോയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. പുറകെ പോയിട്ട് ഞാൻ ഇങ്ങനെ കിരും. ആ വാഴച്ചോട്ടിലെ പ്രണയമൊക്കെ സത്യമാണോ? എപ്പോഴും അവിടെയല്ലേ. ജാസ്മിൻ ഓൾറെഡി പുറത്തൊരു പ്രണയമുണ്ട്, അത് ഗബ്രിക്കും അറിയാം. അതറിഞ്ഞിട്ടും ഗബ്രി പിന്നെ എന്തിനാ പുറകെ നടക്കുന്നേ? ജാസ്മിൻ ഒരു പക്ഷേ പ്രണയ ഗെയിം ആണെങ്കിൽ ഗബ്രിക്ക് മനസ്സിൽ പിടിച്ച് അത് ജാൻമണിക്ക് തോന്നിയോ? ഗബ്രിക്ക് പിടിച്ച്. ജാൻമണി അത്രയും കണ്ടസ്റ്റന്റുകളിൽ ഈ നോറയോട് മാത്രം പ്രത്യേകം ഈ വൈരാഗ്യം കാണിക്കുന്നത് എന്തോ? നിങ്ങൾ പുറമെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? ഇല്ല. നോറ ജാൻമണിയെ മാത്രമോ ടാർഗറ്റ് ചെയ്യുന്നേ? എപ്പോഴെങ്കിലും ജാൻമണിക്ക് തോന്നിയിട്ടുണ്ടോ ലാലേട്ടൻ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ദേഷ്യപ്പെടുന്നതെന്ന്? ഇല്ല, ലാലേട്ടൻ എനിക്ക് കുഴപ്പം കൊടുത്ത് ചീത്ത പറഞ്ഞേ. ഇത്രയും സഹോദരിയായ ജാൻമണിക്ക് പറയത്തില്ല ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ജിൻഡോ ചേട്ടാ അതെന്തെങ്കിലും ഒന്ന് റെഡിയാക്കണമെന്ന് ഗ്യാസ് വിടുന്നത്? അതാണ് നാച്ചുറൽ. ഇവിടെ എൻ്റെ ജാൻമണിയുടെ കൂടെ ഉണ്ട്. കാരണം ആൾ വലിച്ചിരുന്ന സിഗരറ്റിന്റെ പാക്കറ്റ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ജാൻമണി ഇപ്പോഴും കരയുമ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊരു ഗെയിം അല്ലേ? ഗെയിം ആയിക്കോട്ടെ, എല്ലാവരും മനസ്സും മാറിയില്ലേ. കാരണം ആ ശ്വാസം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, മനസ്സിലുണ്ട്. വെയിറ്റ് ലോസിന് വേണ്ടി ഒന്നും കഴിക്കാതിരിക്കല്ല വേണ്ടത്. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വലിയ തരികളാൽ സമ്പുഷ്ടമായത്, ഓരോ നിമിഷവും ഉന്മേഷം നൽകുന്നു. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ, വെയിറ്റ് ലോസിന് ഒരു കാരണം. ജാൻമണി അങ്ങനെ ട്രാവൽ ഒക്കെ ചെയ്ത് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നു, എങ്ങനെയുണ്ട്? നൈസ്, വെരി ബ്യൂട്ടിഫുൾ, ഐ റിയലി ലൈക്ക് ഇറ്റ്. ജാൻമണി ആ ട്രാവലിൽ വെച്ചിട്ട് ജാൻമണി പറഞ്ഞു, എനിക്ക് പ്രണയമില്ല, എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല, ജാൻമണിക്ക് വേണ്ടി ഞാൻ തരുന്നു ജീനെ ലഗാഊ പെഹലെ സെ ജാദാ പെഹലെ സെ ജാദാ. ഒരു മിനിറ്റ്. എന്തോ തിരിച്ചു പറയാനുള്ളേ? താങ്ക് യു, ലവ് യു ടു സോ മച്ച്. ഓക്കെ ജാൻമണി, അങ്ങനെ ട്രാവലൊക്കെ അടിച്ചു പൊളിച്ച് നമ്മൾ വന്നു. ഇപ്പോഴും നമുക്കറിയേണ്ട വലിയ ചോദ്യം, ഗബ്രി ജാസ്മിൻ ശരിക്കും സ്നേഹമാണ് അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ പ്രണയത്തിലാവൂ? അത് നമ്മൾ ഒരു ആളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഒരുത്തൻ്റെ ഉള്ളിൽ കയറുന്നേ? അതാണ് എൻ്റെ ക്വസ്റ്റ്യന്. എന്നാൽ അകത്ത് നിന്നുകൊണ്ട് ജാൻമണിക്ക് അറിയാം. കാരണം അകത്ത് നമ്മൾ നിന്ന് കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമുള്ളൂ. കാരണം ആ വീട്ട് ഒരു ഭയങ്കര ഒരു വലിയ വീടാണ്. സോ ഞാൻ ഏറ്റവും ക്ലോസ് ആണ് ഋഷി, അൻസിബൻ, ജസ്റ്റ് ജിൻറ്റു ചേട്ടൻ. സോ നമ്മളുടെ മാക്സിമം ജിൻറ്റു ചേട്ടൻ്റെ എൻ്റെ മാക്സിമം ടൈം എന്താ പറയുന്നത് സ്മോക്കിംഗ് ജോണില്ലേ, അല്ലെങ്കിൽ ഞാൻ അൻസിബ ഋഷിയുടെ കൂടെയാണ് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെ എത്ര കണ്ട് നമ്മൾ അത്രയും കണ്ട്, പക്ഷെ നിങ്ങൾ നമ്മളുടെ കൂടുതൽ കണ്ടിട്ടുണ്ടോ? കാരണം പുറത്തൊക്കെ ആൾക്കാർക്ക് എല്ലാം മനസ്സിലാക്കാനും അവിടെ കുറെ ക്യാമറാസ് ഉണ്ടോ, 24/7 കാണാൻ പറ്റും. പക്ഷെ എന്താ പറയുക കുറച്ചു കാര്യങ്ങളും ഉണ്ടോ ഇപ്പോൾ എന്താ പറയുക അറിയാൻ പറ്റില്ലത്തെ. പക്ഷെ ഓരോ ആളുടെ മനസ്സിൽ പോയിട്ട് എങ്ങനെയാണ് നമ്മൾ അത് ചിലപ്പോൾ കൂടെ ഉണ്ടായിട്ട് നമുക്ക് സ്നേഹം തോന്നും. ആ വാഴച്ചോട്ടിലെ പ്രണയമൊക്കെ സത്യമാണോ? അതാ ജാൻമണിക്കറിയാം. ജാൻമണി നമ്മൾ വിളിച്ചാൽ തന്നെ ഇതുപോലെ മനസ്സ് തുറക്കുന്ന ഒരു കണ്ടസ്റ്റൻസ് ഈ സീസണിൽ ജാൻമണിയെ കഴിഞ്ഞ ആരുമില്ല. നമ്മളോട് തുറക്കും മനസ്സ്, പറ്റും, കമോൺ. കാരണം നമ്മൾ നോക്കുമ്പോൾ എല്ലാം ജാസ്മിനും ഗബ്രി വാഴത്തോട്ടത്തിൽ മാത്രമാണ്. വാഴത്തോട്ടം അതെ എപ്പോഴും അവിടെയല്ലേ. അതിനാണ് കാരണം സംസാരിക്കുന്ന കുറെ കാര്യങ്ങളും ഇപ്പോൾ കുറച്ചു ആൾക്കാർ പറയും ഫേക്കാണ്, കുറച്ചു ആൾക്കാർ പറയും അങ്ങനെ സ്നേഹം തോന്നും. പക്ഷേ ഇഫ് ഇറ്റ്സ് മീ ഞാൻ ആ സ്ഥലത്തിലുണ്ടെങ്കിൽ, കാരണം ജിൻറ്റു ചേട്ടന് എൻ്റെ നമ്മളുടെ എല്ലാവരും കാണിക്കുന്നത് എങ്ങനെയാണ് ജിൻറ്റു ചേട്ടൻ ഭയങ്കര പ്രണയമാണ്, ഓരോ ആൾ സിഗരറ്റ് വലിക്കുന്നത്, ഓരോ ആൾ ജിമ്മ് ചെയ്യുന്നത്. സോ പക്ഷെ അത് ഇപ്പൊ എന്റെ സ്ഥലത്തിൽ എനിക്ക് ഇപ്പോഴും കാണുന്ന ഒരു ചേട്ടന്റെ പോലെ. എന്നാലും എവിടെയൊക്കെയോ ജാൻമണിക്ക് ഒരു പ്രണയം ജിൻഡോയോട് തോന്നിയിട്ടുണ്ടോ? സഹോദരൻ എപ്പോഴും ബ്രദർ ഒരു ഭയങ്കര ഒരു ക്ലോസ്നെസ് ആണ് ജിൻറ്റു ചേട്ടന്. കാരണം ഞാൻ വന്ന് ആ എപ്പിസോഡിൽ കാണാൻ പറ്റും ജിൻറ്റു ചേട്ടൻ തകർന്നു പോയി. കാരണം ആ മനുഷ്യൻ എനിക്ക് ആ ടൈമിൽ മനസ്സിലായി. കാരണം എൻ്റെ അനിയനേ ഉള്ളൂ, പക്ഷെ ഒരു ചേട്ടനെ നമുക്ക് എങ്ങനെ സ്നേഹിക്കുന്നേ. സോ എനിക്ക് ആ സാധനം എനിക്ക് ബിഗ് ബോസിലേക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക്സ് ടു ബിഗ് ബോസ്. അറ്റ്ലീസ്റ്റ് എനിക്ക് ഒരു ചേട്ടൻ അവിടെ ഉണ്ടോ, ഫ്രണ്ട്സ് ഉണ്ടോ. അൻസിബ, ഋഷി, അൻസിബ എൻ്റെ വേണ്ടി കുറെ എന്താ പറയുക ചീത്ത കേട്ട് മോഹൻലാലിന് പറഞ്ഞിട്ടുണ്ടോ? ജാൻമണി ഇപ്പം ജാസ്മിൻ ഓൾറെഡി പുറത്തൊരു പ്രണയമുണ്ട്, അത് ഗബ്രിക്കും അറിയാം. അതറിഞ്ഞിട്ടും ഗബ്രി പിന്നെ എന്തിനാ പുറകെ നടക്കുന്നേ?
അതാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാം എനിക്ക് മനസ്സിലായിട്ടെന്ന് പറയില്ല, അതിൻ്റെ അകത്തുള്ള വ്യക്തിയാണ് ജാൻമണി. അല്ല, അത് നമ്മുടെ വീട്ടിലെ മെയിൻ പ്രശ്നമല്ലോ. വീട്ടിൽ ഇരിക്കുന്നത് നമുക്ക് വീട്ടിൽ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന ഫസ്റ്റിംഗ് ടൈമില്ല. മോർണിംഗ് ആ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് കിളി പോവും. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കിച്ചണിൽ ഇൻചാർജ് ഉണ്ട് ഒരു മാസം. സോ എനിക്ക് ആ കിച്ചണിൽ കയറി കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആയിക്കോട്ടെ, എങ്ങനെ ഉണ്ടെങ്കിൽ അത് പേഴ്സണൽ തിങ്സ് ആണ്. എന്നാൽ ജാസ്മിൻ മനസ്സിലാക്കുന്നത് പക്ഷേ സ്നേഹമാണോ അതോ ജാസ്മിൻ അത് ഗെയിമാണോ? അതെ, ഗെയിമിൻ്റെ പാട്ടയച്ച് ചിലപ്പോൾ എടുക്കണമുണ്ടോ? കാരണം അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നിട്ടാണ് എനിക്ക് മനസ്സിലായി. കാരണം അച്ഛൻ്റെ അസുഖമില്ല പറഞ്ഞ ടൈമിൽ ലാലേട്ടൻ ഒരു ബ്ലോക്കേ ഉള്ളൂ അല്ലേ? അത് കണ്ടായിരുന്നോ ലാലേട്ടനോട്? ഒരു ബ്ലോക്കേ ഉള്ളൂ. ആ ടൈമിൽ എനിക്ക് തോന്നി അത് ഒരു അച്ഛനോടൊക്കെ ഒരു ബ്ലോക്കേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കും അല്ലേ? അതൊരു ക്വസ്റ്റ്യൻ മാർക്ക്. കാരണം എൻ്റെ അച്ഛനുണ്ടെങ്കിൽ എനിക്ക് ഷോ വേണ്ട, പൈസ വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, ഞാൻ ഓടും. കാരണം എൻ്റെ അമ്മച്ചൻ്റെ വലിയ എനിക്ക് ഈ ലോകത്തിൽ ആരോ ഇല്ല. സോ ആ കാര്യം എന്താ പറയുന്നത് ആലോചിച്ചിട്ട് ഞാൻ ആ ടൈമിൽ ഞാൻ പറഞ്ഞത് ഇത് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ജാസ്മിനോട് പോയി നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, കാരണം എനിക്ക് ചോദിക്കുന്ന പിന്നെ എൻ്റെ കയ്യിലേക്ക് അത് എൻ്റെ ചിന്ത ആണ്, എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം. പെട്ടെന്ന് പോയിട്ട് ഓരോ ആൾക്ക് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കുറേ ടൈം ചോദിച്ചു അച്ഛനൊക്കെയാണ്. കാരണം നമ്മൾ കൂടിയ പവർ ടീമിലുണ്ട്. കുഴപ്പമില്ല. പിന്നെ ലാലേട്ടൻ വന്നിട്ട് പറഞ്ഞ് കുഴപ്പമില്ല അങ്ങനെ പറഞ്ഞ്. പക്ഷേ എനിക്ക് ആ ടൈമിൽ എനിക്ക് ഡൗട്ട്, കാരണം പെട്ടെന്ന് ഒരു കോൺഫറൻസ് റൂമിൽ പോയിട്ട് തിരിച്ച് വന്ന ടൈം ഭയങ്കര ഹാപ്പിയാണ്. പെട്ടെന്ന് നമ്മളെല്ലാവർക്കും ആ വീട്ടിലെല്ലാവർക്കും തോന്നി. ഞാൻ അപ്പം തന്നെ അൻസിബൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞ അൻസിബ എൻ്റെ അച്ഛനുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓടും. പക്ഷേ എന്തെങ്കിലും സംഭവം ഉണ്ടാവും. പക്ഷേ എനിക്ക് പുറത്തേക്ക് ജസ്മിൻ കമ്മിറ്റഡ് ആണ്. അതാ എന്താ പറയുക, അൻസിബ എല്ലാ ആൾക്കാർക്കും അതിനെ അൻസിബ പറഞ്ഞ ഒരു ദിവസം ജാസ്മിനും ഗബ്രിയിലും ഏറ്റവും കൂടുതൽ പ്രണയം ഇത് ഇഷ്ടം കൂടിയത് ആർക്കാ? ജാസ്മിനാണോ ഗബ്രിക്കാണോ? രണ്ട് പേര്. എന്നാലും തോന്നിയത് എനിക്ക് രണ്ട് പേര് സെയിം ആണ്. പക്ഷെ ഗബ്രി കുറച്ച് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി. ജാസ്മിൻ ഒരു പക്ഷേ പ്രണയ ഗെയിം ആണെങ്കിൽ ഗബ്രിക്ക് മനസ്സിൽ പിടിച്ച് അത് ജാൻമണിക്ക് തോന്നിയോ? ഗബ്രിക്ക് പിടിച്ച് ഗബ്രി കാരണം പക്ഷെ ആ ഗബ്രി തന്നെ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല, നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്ന്. അത് ഞാൻ വന്നിട്ടാണ് കണ്ട് ഇൻസ്റ്റാഗ്രാമില്. ഉമ്മയൊക്കെ കൊടുക്കുന്ന ജാൻമണി ലൈവായിട്ട് കണ്ടിട്ടുണ്ടോ അവിടെ? ഇല്ല. ചുമ്മാ കള്ളത്തരം പറയല്ലേ. അമ്മ സത്യം കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ കണ്ടു കേട്ടോ, എല്ലാം അടിപൊളിയായിട്ട് കണ്ടു നമ്മള്. ജാസ്മിൻ ഒരു എതിരാളി ബിഗ് ബോസിലുണ്ടോ? ജാസ്മിൻ ഒരു എതിരാളി നിങ്ങളുടെ സീസണിൽ ബിഗ് ബോസിലുണ്ടോ? എതിരാളി മീൻസ് ഇപ്പം ജാസ്മിൻ ആണല്ലോ ഇപ്പം കണ്ടന്റ് കൊടുക്കുന്നത് അവിടുത്തെ ടോപ്പും. അപ്പൊ ജാസ്മിൻ ഒരു ഓപ്പോസിറ്റ് ഒരു വ്യക്തി എന്ന നിലയിൽ അവിടെ ആരെങ്കിലും ഉണ്ടോ കണ്ടസ്റ്റന്റുകളിൽ? ജിൻറ്റോ ചേട്ടൻ എതിരാളി തന്നെ. ജിൻറ്റോ ചേട്ടനൊക്കെ ലൈക്ക് എപ്പോഴും 24 hours കോണ്ടന്റ്. ജിൻറ്റോ ചേട്ടൻ ജസ്മിൻ ഗബ്രിയുടെ മേലിലേക്കാണ് ജിൻറ്റോ ചേട്ടൻ. ജാസ്മിൻ ആണോ ഗബ്രിയെ പ്രണയത്തിലോട്ട് ആക്കുന്നത്? ഗബ്രി ജാസ്മിനെയാണോ ആക്കുന്നത്? അതാ നമുക്ക് അറിയാൻ പറ്റില്ലാത്ത പോയി. ഞാൻ ഇന്ന ദിവസം പോലെ എനിക്ക് മനസ്സിലായില്ല അതാ ഇങ്ങനെ സംഭവിച്ച്. ഇപ്പൊ ഗെയിം ആണെങ്കിൽ പോലും ഒരാളല്ലേ ഒരാളെ കളിപ്പിക്കുന്നത്. അങ്ങനെ കളിപ്പിക്കാൻ തോന്നിയ ആരെയാ? ജാസ്മിൻ ആണോ തോന്നിയത്? അല്ല, രണ്ടാളിത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മൊത്തം എപ്പിസോഡ് എനിക്ക് ഫസ്റ്റ് മുതൽ ഒരു ടൈം കാണണം. കാരണം എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് ഞാനിപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു ആഗ്രഹമില്ല. കാരണം ഇപ്പോൾ ഞാൻ ജസ്മിനിക്ക് കൂടി പറഞ്ഞില്ല ചിലപ്പോൾ. കാരണം ഗബ്രി ജസ്മിൻ എൻ്റെ കൂടെ നമ്മൾ വഴക്ക് പറയും, ഫൈറ്റിംഗ് ചെയ്യും, പക്ഷെ എൻ്റെ കൂടെ എപ്പോഴും ജെന്യുവൻ ആയിട്ട് ഇരിക്കുന്ന ആളാണ് രണ്ട് പേര്. സോ ഞാൻ ഒരു ദിവസം ജസ്മിൻ ഗബ്രിക്ക് ഞാൻ പറഞ്ഞു. കാരണം ആ സംസാരം വീട്ടിലെ തുടങ്ങുന്ന ടൈമിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ്, ഞാൻ പറഞ്ഞ നിങ്ങൾ രണ്ട് പേര് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്ക് ബാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം അത് തോന്നും ചിലപ്പോൾ. പക്ഷേ ഞാൻ പവർ റൂമിൽ കയറ്റി കൊടുക്കുന്ന ടൈമിൽ എനിക്ക് എല്ലാവരും വഴക്ക് പറഞ്ഞ് സിജോക്കെ തന്നിട്ടില്ല ജാനു. കാരണം സിജോയുടെ ഒരു ടീമല്ല, സിജോ ഒരു ക്യാപ്റ്റൻഷിപ്പിന്റെ ആളാണ്, ഒരു ക്യാപ്റ്റൻ ആണ്. ഹി ക്യാൻ ഹാൻഡിൽ എവറിഥിങ് അലോൺ. പക്ഷെ ജസ്മിനൊക്കെ ഞാൻ കയറ്റി കൊടുത്ത് ഞാൻ പറഞ്ഞ പെട്രോളും തീയും ഞാൻ കൂടെ വെച്ച് നിങ്ങളെ കട്ടിക്കുന്നുണ്ടെങ്കിൽ കട്ടിക്ക്. ഈ ജാൻമണി പറയുന്ന മോഹൻലാലിന് പലപ്പോൾ മനസ്സിലാകാതെ പോയിട്ടുണ്ടോ? ലാലേട്ടൻ എപ്പോഴും തിരിച്ച് ചോദിക്കും. അത് ഞാൻ പറഞ്ഞില്ലേ കിളിപ്പോവും നമുക്ക് ലാലേട്ടൻ കണ്ടിട്ട്. അപ്പം തന്നെ എല്ലാം മാറിന് പോവും. എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ച് എന്താ ആയി പോവും. പക്ഷെ മോഹൻലാൽ പറഞ്ഞതിൽ എതിർത്ത് സംസാരിച്ച ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ജാൻമണിയാ. ആ ജ്യൂസ് കുടിക്കാൻ പറഞ്ഞു, ജാൻമണി പറ്റത്തില്ലെന്ന് പറഞ്ഞു. എന്നാ
കാരണം എനിക്ക് കൊടുക്കുന്നത് ദീസോണസ്റ്റ് ആണ് ഒരു വഞ്ചന പറഞ്ഞത്. ആ കുട്ടിയുടെ കൂടെ ഞാൻ അങ്ങനെ വഞ്ചന ചെയ്യുന്ന വേണ്ടി ആ കുട്ടി എൻ്റെ വീട്ടുകാരി അല്ല. അപ്പൊ ജാൻമണി അവിടെ ചിന്തിച്ചത് ജാൻമണി ചെയ്തതിനേക്കാൾ കുറ്റങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആൾക്കാരുണ്ട്. സോ അങ്ങനെ എനിക്ക് തന്നെ ടൈമില്ല. കാരണം ഞാൻ ആ കുട്ടി എൻ്റെ കൂടെ ഞാൻ സംസാരിച്ചില്ലാത്ത ടൈമിൽ, എൻ്റെ കൈ പൊല്ലുന്ന ടൈമിൽ ഞാൻ പോയിട്ട് എന്താ പറയുക ഭക്ഷണം കൊടുക്കണത്തെ മോലെ കൈക്ക് പറഞ്ഞത്തെ കാര്യം. പിന്നെ എനിക്ക് ആ വഞ്ചന പറഞ്ഞില്ല എനിക്ക് ദേഷ്യം വരും. ഞാൻ ലാലത്തിൻ്റെ മുന്നേ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇഷ്ടം പോലെ ഞാൻ കുടിക്കും പറഞ്ഞു. പിന്നെ ലാലത്തിന് ഇവിടെ മുഴുവൻ കുടിക്കണം. ദേഷ്യമായി പോയി. എനിക്ക് നല്ല ദേഷ്യം വന്നു. കാരണം ഞാൻ ആൾക്കിലെ കുട്ടിയുടെ സംസാരിച്ചിട്ട് പോലെ ഇല്ല, ഞാൻ പേരെ പോലെ പറഞ്ഞിട്ടില്ല. പിന്നെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാനാണ് വഞ്ചന ചെയ്യുന്നത്, ദീസോണസ്റ്റ് ആണ്. എപ്പോഴും ഞാൻ ഓണസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ആളാണ്. എനിക്കറിയാം എൻ്റെ മനസ്സിലുണ്ടോ. പെട്ടെന്ന് എനിക്ക് ഒരു ആൾ ദീസോണസ്റ്റ് പറഞ്ഞിട്ട് കൊടുക്കുന്ന ടൈമിൽ ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഗെയിം ഐ തിങ്ക്. പക്ഷെ ഗെയിം ഉണ്ടെങ്കിലും എൻ്റെ സെൽഫ് റെസ്പെക്റ്റിൽ എന്നാലും ഒരാളെ ഒക്കെ ഇങ്ങനെ പ്രാകാൻ പറ്റും ഒരു മനുഷ്യന്? പറ്റത്തില്ല. പക്ഷെ ജാൻമണി എന്തിനാ അങ്ങനെ പ്രാഗിയത്? അതാ എനിക്ക് ഞാൻ അതിന് പറഞ്ഞ് ആൾക്കാർ അതിന് മുന്നേ ഓരോ ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതൊന്നും പറയാൻ പറ്റില്ലാത്ത മനസ്സിലാവേശം ഒരു നോർമൽ ഫാമിലിയുടെ ആൾക്കാർ പറയും. നശിച്ച് പൊത്തെ എങ്ങനെ പറയുന്ന ആൾക്കാർ മുന്നിൽ നിന്നെ ഞാൻ കീറും. അതൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞതാ. ദേഷ്യത്തിൽ പറഞ്ഞ് എക്സ്ട്രീം ജാൻമണിയുടെ ദേഷ്യം എന്തോ അടിക്കുമോ? എക്സ്ട്രീം ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കില്ല. എൻ്റെ ദേഹത്തിൽ ആരോ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് മഞ്ജു ചേച്ചി ഇന്ത്യത്തിന് വെട്ട മൂവിയിലെ കണ്ടിട്ടുണ്ടോ എല്ലാവരും? കാരണം ഞാൻ നേരത്തെ ഞാൻ പോയിട്ട് 2 അടി കൊടുക്കും. അതാണ് എൻ്റെ സ്വഭാവം. സോ ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത ഒരു 1 week 2 week ആയിട്ട് മനസ്സിൽ ഇരിക്കുന്ന ഒരു ദേഷ്യമാണ്. ആ ദേഷ്യം പെട്ടെന്ന് പുറത്തേക്ക് വന്ന് അത് നോട്ട് ഓൺലി നൂറ മാത്രമല്ല, 2-3 ആൾക്കാരുണ്ട് എനിക്ക് ദേഷ്യം ഉണ്ടായി. അതിന് ഞാൻ പറഞ്ഞു പവർ ടീം ഇവിടെ മാത്രമേ ഉള്ളൂ, പുറത്തേക്ക് പവർ ടീം ഇല്ലല്ലോ. സ്വഭാവങ്ങളും എനിക്ക് അറിയല്ലോ. അറ്റ്ലീസ്റ്റ് ആൾക്കാരുടെ മുന്നേ ഞാൻ പറയാൻ പറ്റും. ജാൻമണി അത്രയും കണ്ടസ്റ്റന്റുകളിൽ ഈ നോറയോട് മാത്രം പ്രത്യേകം ഈ വൈരാഗ്യം കാണിക്കുന്നത് എന്തോ? നിങ്ങൾ പുറമെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? ഇല്ല, എൻ്റെ കുട്ടിയുടെ കൂടെ എൻ്റെ മനസ്സിലെ സെറ്റം പറഞ്ഞില്ല, ഒന്നുമില്ല. അതന്നെ ഞാൻ ജസ്മിനിക്ക് പറഞ്ഞിട്ടുണ്ട് ആ ദിവസം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എന്താ പറയുക നൂറാതെ കൂടെ എൻ്റെ ഒരു പ്രശ്നമില്ല. ഈ കുട്ടി എപ്പോഴും എനിക്ക് കുട്ടി കൊടുക്കുന്ന ടാർഗറ്റ് ചെയ്യുന്നത് അത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. അത് നോറ ജാൻമണിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത്. അത് എപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്? അത് ജിൻറ്റു ചേട്ടൻ്റെ കൂടെ അവളുടെ ഒരു ഫൈറ്റ് ഉണ്ട്. ആ ടൈമിൽ ഞാൻ ജിൻറ്റു ചേട്ടൻ്റെ സൈഡിൽ വെച്ചിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് കുട്ടിക്ക് എന്നെ ഇഷ്ടമില്ലാതായി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പിടിച്ചിട്ട് സംസാരിക്കണേ. പക്ഷെ നമ്മളുടെ എന്താ പറയുക ഈ ക്യാപ്റ്റൻഷിപ്പിന്റെ ടാസ്ക് ഉണ്ട്. എനിക്ക് ക്യാപ്റ്റൻഷിപ്പിലെ കയറും ആ ടാസ്ക് പോകും എനിക്ക് ഇപ്പോൾ അറിയത്തില്ല. ശ്രീത്തു ഞാൻ നൂറ ഉണ്ടായി. പക്ഷെ നൂറ പോയി കഴിഞ്ഞിട്ട് അതാണ് എനിക്ക് റിയലൈസ്, അയ്യോ ഞാൻ ക്യാപ്റ്റൻ ആയിപ്പോയി. ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ക്യാപ്റ്റൻ ആവും. പക്ഷെ ബൈ ഗോഡ് ഗ്രേസ് എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞിട്ടാണ് കുട്ടിക്ക് ചിലപ്പോൾ കോൺഫ്ലിക്ട്സ് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ. കാരണം ആ വീട്ടിലെ ക്യാപ്റ്റൻഷിപ്പിൽ എനിക്ക് ടോട്ടൽ 9 വോട്ട് കിട്ടി. 9 വോട്ട് കിട്ടി. പിന്നെ ഞാൻ അത് ജയിച്ചിട്ട് തന്നെ കയറും. കാരണം ക്യാപ്റ്റൻഷിപ്പിൽ പോകുന്ന ഒരു പാതന്നെ ടാസ്ക് ഉണ്ടല്ലോ. അതായത് നോറയ്ക്ക് അറിയാം ജാൻമണി എതിര് നിന്നില്ലെങ്കിൽ നോറ കയറി പോകുന്നല്ലേ? അതെ, അത്ര ശക്തിയാ ജാൻമണി? ശക്തിയൊന്നുമില്ല, ഞാൻ പിടിച്ചിട്ടിരിക്കുന്നത്. നോറയുടെ ഗെയിം പ്ലാൻ എന്തുവാ അത് മനസ്സിലാവില്ല. അവള് ആരുടെ കൂടി ആ വീട്ടിലെ ക്ലോസ് അല്ല. ഇപ്പം ജാൻമണി ക്ലോസ് ആണോ ചോദിച്ചാൽ ജിൻഡോ ആയിട്ട് ക്ലോസ് ആണെന്ന് പറയും. പക്ഷെ അങ്ങനെ നോറയ്ക്ക് ഒരു ക്ലോസ് ഇല്ല. ഇപ്പൊ ഞാൻ ക്ലോസ് ആണ് പറഞ്ഞില്ല. ജിൻറ്റു മാത്രമല്ല, ഞാൻ അപ്സരയുടെ കൂടെ ക്ലോസ്, ശരണ്യയുടെ കൂടെ ഞാൻ ക്ലോസ്. കാരണം ശരണ്യ ഞാൻ ഒരു ബെഡിലാണ് സ്ലീപ്പിങ്, നമുക്ക് കട്ടിൽ കുറവല്ലേ. ശരണ്യയുടെ കൂടെ ഞാൻ കുറേ ക്ലോസ് ആണ്. അത് കഴിഞ്ഞിട്ട് അൻസിബ ഋഷി എൻ്റെ എത്രയും ക്ലോസ് ആണ്. ഞാൻ ഒരു മനസ്സ് തുറന്ന് പറഞ്ഞ് കാര്യങ്ങളും നമുക്ക് സംസാരിക്കണമെങ്കിൽ ഫീൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുന്ന ആൾക്കാർ 2 പേരെ. അതെ, ഇത്രയും സഹോദരിയായ ജാൻമണിക്ക് പറയത്തില്ല ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ജിൻഡോ ചേട്ടാ അതെന്തെങ്കിലും ഒന്ന് റെഡിയാക്കണമെന്ന് ഗ്യാസ് വിടുന്നത്? അതാണ് നാച്ചുറൽ തിങ്. എങ്ങനെ പിടിച്ചു വെക്കാൻ പറ്റുമല്ലേ? അതാ പോട്ടെ പാവം. ഇപ്പൊ എത്രമാത്രം സ്നേഹം ജിൻഡോയ്ക്ക് ഉണ്ടെന്ന് ഞാൻ ഒരു വീഡിയോ കാണിക്കട്ടെ ജാൻമണിയോട്. അതിന്റെ ഇടയ്ക്കാണ് എന്റെ ജാൻമണി എന്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് കയറി പറയും. ഓക്കെ, ഇത് ഇപ്പോഴും എന്റെ ജാൻമണി എന്റെ കൂടെ ഉണ്ട്. കാരണം ആള് വെച്ചിരുന്ന സിഗരറ്റിന്റെ പാക്കറ്റ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. സിഗരറ്റിന്റെ കുറ്റി എന്റെ കയ്യിലുണ്ട്. കാരണം ആ ശ്വാസം എന്റെ കൂടെ എപ്പോഴും ഉണ്ട്, മനസ്സിലുണ്ട്. ഞാൻ ഏഷ്യാനെറ്റില് ഇതായി അത്രമേൽ ഇഷ്ടമായിരുന്നു ജാൻമണി. ഇപ്പം ജാൻമണി ഇത് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ജിൻഡോയുടെ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ കണ്ണിന്നൊരു വിഷമമാണ്. ശരിക്കും ജാൻമണി കരയുന്നുണ്ടെങ്കിലും ആ കരച്ചിലിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്
ജാൻമണിയുടെ ഉള്ളിൽ തട്ടിയ ജാൻമണി പറയുന്നത്. ഞാനിപ്പം കാണുന്ന പ്രേക്ഷകൻ എന്നല്ല ഞാൻ പറയാമല്ലോ, ഇത്രമേൽ ജാൻമണി ജിൻഡോയെ സഹോദരനായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ജാൻമണി അത്രമേൽ ഒരു ജെനുവിനാണ് ജാൻമണിയുടെ കണ്ണുകളിൽ അറിയാവത്. ഇപ്പം പറഞ്ഞു ആ സിഗരറ്റിൻ്റെ ശ്വാസം വരെ എൻ്റെ മനസ്സിലുണ്ടെന്ന്. അതെങ്ങനെ ജാൻമണി അത്ര ഇഷ്ടത്തിലോട്ട് വന്ന ജാൻമണിക്ക് ജിൻഡോയെ അത്രമേൽ ഇഷ്ടം വരാനുള്ള കാരണം എന്തുവാ? കാരണം ഒരു വ്യക്തി സിഗരറ്റ് വലിച്ച് ആ കമ്പനി വിടുമ്പോഴും ആ സിഗരറ്റിന് ശ്വാസം കിടപ്പുണ്ടെങ്കിൽ അത് ജാൻമണി ലവ് യു സോ മച്ച്, മനസ്സ് തുറക്ക്. ജിൻഡോയെ അത്ര ഇഷ്ടപ്പെട്ടു. ജിൻഡോ പറഞ്ഞ വാക്ക് എൻ്റെ അനിയന് മാത്രമേ ഉള്ളൂ. എനിക്ക് ചേട്ടന് പറഞ്ഞില്ല ബബി എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടോ. അതിന് തന്നെ എൻ്റെ അമ്മ അച്ഛനും ബബിക്ക് പറഞ്ഞ സ്വന്തം ഫാമിലിയെ പോലെ സ്വന്തം അനിയത്തിനെ പോലെ. അവന് 12 വർഷമായിട്ട് എനിക്ക് ജിൻഡി ചേട്ടനക്ക് അറിയാം ബബിക്ക്. ജിൻഡി ചേട്ടൻ എപ്പോഴും പറയാം ബബി ടെൻഷൻ അടിക്കാൻ ഞാനുണ്ടല്ലോ കൂടെ. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ജിൻഡി ചേട്ടൻ കേൾക്കും. ഒരു അനിയത്തിക്ക് എനിക്ക് എന്തെങ്കിലും പറ്റിട്ടുണ്ടെങ്കിൽ ജിൻഡി ചേട്ടൻ അപ്പം തന്നെ ഓടി വാഴും. ആ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് കേൾക്കാൻ ആഗ്രഹമില്ലേ? കേൾപ്പിക്കട്ടെ, എന്താ ഒന്നുകൂടെ കാരണം എന്ന് വെച്ചാൽ എനിക്കും അത്രമേൽ ഫീലായി അത്. അതിന്റെ ഇടയ്ക്കാണ് എന്റെ ജാൻമണി എന്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് കയറി പറയും ഓക്കെ ഇത് ഇപ്പോഴും എന്റെ ജാൻമണി എന്റെ കൂടെ ഉണ്ട്. കാരണം ആള് വെച്ചിരുന്ന സിഗരറ്റിന്റെ പാക്കറ്റ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്, സിഗരറ്റിന്റെ കുറ്റി എന്റെ കയ്യിലുണ്ട്. കാരണം ആ ശ്വാസം എന്റെ കൂടെ എപ്പോഴും ഉണ്ട്, മനസ്സിലുണ്ട്. ഞാൻ ഏഷ്യാനെറ്റില് അതിന്റെ ഇടയ്ക്കാണ് എന്റെ ജാൻമണി എന്റെ മനസ്സിലേക്ക് ഭയങ്കരമായിട്ട് കയറി പറയും ഓക്കെ ഇത് ഇപ്പോഴും എന്റെ ജാൻമണി എന്റെ കൂടെ ഉണ്ട്. കാരണം ആള് വെച്ചിരുന്ന സിഗരറ്റിന്റെ പാക്കറ്റ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്, സിഗരറ്റിന്റെ കുറ്റി എന്റെ കയ്യിലുണ്ട്. കാരണം ആ ശ്വാസം എന്റെ കൂടെ എപ്പോഴും ഉണ്ട്, മനസ്സിലുണ്ട്. ഇതുവരെ സീസണിൽ ഇത്രയും ബോണ്ടിങ് ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. ജാൻമണി ഇപ്പോഴും കരയുമ്പോഴും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതൊരു ഗെയിം അല്ലേ? ഗെയിം ആയിക്കോട്ടെ, എല്ലാവരും മനസ്സും മാറിയില്ലേ. ഇപ്പോൾ ഒരു അവസരം തിരിച്ചു കയറാൻ കിട്ടിയ കയറുമോ? കിട്ടട്ടെ ഫസ്റ്റ്. ജിൻഡോ ഇപ്പം ഗസ്റ്റായിട്ട് ഞാൻ കൊണ്ടുവന്നുള്ള പ്രതികരണം ഇതായിരിക്കും. അയ്യോ ജിൻഡി ചേട്ടൻ ഫസ്റ്റ് കളയും, അത്ര ഇഷ്ടമാണ്. ജിൻഡി ചേട്ടനക്ക് റിലേഷൻഷിപ്പിൻ്റെ വാല്യൂ അറിയാം. ചേട്ടന് ആ വീട്ടിൽ ഞാൻ ജിൻഡി ചേട്ടൻ എന്തെങ്കിലും കഴിക്കേണ്ടത് ഇരിക്കുന്ന വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡി ചേട്ടൻ ഇപ്പം തന്നെ കഴിക്കണം പറഞ്ഞില്ലേ കേൾക്കും. ജാൻമണി പോയ സമയത്തെ ജിൻഡോ കരഞ്ഞ കരച്ചിൽ കണ്ടായിരുന്നോ? പൊട്ടിക്കരയും. ജിൻഡോ അല്ലാതൊന്നും ആരുടെ മുന്നിലും കരഞ്ഞിട്ടില്ല. എനിക്ക് നല്ല പേടിയുണ്ടായി. ജിൻഡി ചേട്ടൻ്റെ മുന്നേ പോയിട്ട് ഞാൻ സംസാരിച്ചിട്ട് തിരിച്ച് വരാൻ പറഞ്ഞിട്ട് ഭയങ്കര കരഞ്ഞിട്ട് എനിക്ക്. ഇടയ്ക്കുള്ള സമയത്ത് ജാൻമണി തന്നെ പറയുന്നുണ്ട് എനിക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട, എനിക്ക് എങ്ങനെ ഇറങ്ങിപ്പോയാൽ. ആ ജാൻമണി തന്നെ ഇറങ്ങിയിട്ട് ലാലേട്ടൻ്റെ അടുത്ത് നിന്നിട്ട് കരഞ്ഞ് പറയുക ലാലേട്ടൻ എനിക്ക് തിരിച്ച് കയറണം. ശരിക്കും ആ വീടുമായിട്ട് അത്ര അറ്റാച്ച് ആണോ? ജാൻമണി കരയല്ലേ? ഇത്രയും തൻ്റെ ഇടമായിട്ട് ജാൻമണി നിന്നിട്ടുണ്ടെങ്കിൽ ജിൻഡോ വരുമെന്നേ. കപ്പുമായിട്ടാണോ ജിൻഡോ വരുന്നത്? കിട്ടട്ടെ, അതാണ് പ്രാർത്ഥിക്കുന്നത്. അത് കിട്ടും. ഇപ്പം സിഗരറ്റ് വലിയിലുള്ള ബന്ധത്തിലുപരി ജാൻമണി ജിൻഡോയുടെ ബന്ധം ഞങ്ങൾ മനസ്സിലാക്കി എപ്പോഴാണെന്നറിയാമോ? ജാൻമണിയുടെ പ്രൊഫഷൻ എന്തുവാ? മേക്കപ്പ് ആർട്ടിസ്റ്റ്. ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ആർട്ടിസ്റ്റാക്കി തീർത്തത് ജിൻഡോയുടെ ഒരു ഒരുക്കമുണ്ട്. ഈ ഫോട്ടോ എന്നെ ലുക്കായിരുന്നു. എന്നെ ഇതുപോലെ ആക്കാവോ? സെറ്റാക്കി എടുക്കുവോ? സെറ്റാക്കി കൊടുക്കും. മേക്കപ്പിന്റെ സാധനം എല്ലാം അവിടെ ഉണ്ടോ? എവിടെ? ചെന്നൈയില്. തിരിച്ചു വരുമ്പോൾ അവർ തരത്തില്ലേ? അല്ല, ഇത് എത്തിയിട്ടില്ല. ഈ ഒരു ഒരുക്കം ഒന്ന് പറയാവോ? അവർ തന്ന ടാസ്ക് ആണോ ജിൻഡോയെ തന്നെ ഒരുക്കണോ അതോ? ടാസ്കാണ്. ജിൻഡോ ഒരുക്കണമെന്ന്. അതിന്റെ മുന്നേ ജിൻഡോസിന്റെ കടയിലെ ഇരിക്കുന്ന അമ്മക്ക് ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ജിൻഡോസിന്റെ മുഖത്തിൽ രണ്ടാടിക്കും ഇരിക്കും പടത്തെ പിടിച്ചിട്ടാണ് ചെയ്ത്. അപ്പൊ നമുക്ക് ആ ജിൻഡോയുടെ ഒരുക്കത്തിന്റെ വീഡിയോ ഒന്ന് കണ്ടാലോ? എന്ന പേരില് വേറെ വലിയ പ്രോഗ്രാം ഷോകളൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ നിങ്ങൾക്ക്? ജാൻമണി ആരെ മേക്കപ്പ് ചെയ്ത് മേക്ക് ഓവർ ചെയ്യണമെന്ന ചോദ്യത്തിന് പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് ആ മല എന്റെ മല. എപ്പോഴും പോയിട്ട് എന്റെ ജ്വല്ലറി ബോക്സ് ഓപ്പൺ ആക്കും. ഒരുക്കിയെന്ന് നമ്മൾ അറിഞ്ഞു, പക്ഷെ ആ ഒരുക്കി കഴിഞ്ഞ് വന്നൊരു വരവുണ്ട്. ആരാണെങ്കിലും നോക്കിപ്പോകും കേട്ടോ. എത്ര സമയം എടുത്തു ഒരുക്കാൻ? അതൊരു 10 മിനിറ്റ്. 10 മിനിറ്റിലാണ് അത്ര ഒരുക്കിയത്. ശരിക്കും ആ ഒരു ബോഡി ഉള്ളത് കൊണ്ടാണ് അത്ര ആളുകളിലേക്ക് ഇഷ്ടം തോന്നിയത്. ബോഡി മീൻസ് മൊത്തം ബോഡിയിൽ ഞാൻ മേക്കപ്പ് ചെയ്ത് തന്നെ സീമാരെ ഓയില് എല്ലാം മിക്സ് ആക്കി ഫൗണ്ടേഷൻ മിക്സ് ആക്കി ഇതും ഇങ്ങനെ ചെയ്ത് കട്ട് ചെയ്തിട്ട് കാരണം പീസൊക്കെ നമ്മളെ കോൺട്രോൾ ചെയ്ത് കാണാൻ പറ്റും. ജിൻഡോ അല്ലാതെ വേറെ ആൾക്കാർക്ക് ആർക്കൊക്കെ മേക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ? ശരണ്യ, യമുന ചേച്ചി, എന്താ പറയുക, ജസ്മിനൊക്കെ
പക്ഷെ ഇത്രയും പേരിൽ മേക്കപ്പ് ഇട്ടതിൽ ഏറ്റവും അട്രാക്ഷനായിട്ട് വന്ന ജിൻഡോടെയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രമേൽ ട്രോള് വന്ന ജാൻമണിയെ പോലൊരു കണ്ടസ്റ്റന്റ് ഇല്ല. അപ്പം നമുക്ക് ആദ്യം ഒരു ട്രോള് കാണാം. ആ ട്രോളിന്റെ ക്യാപ്ഷൻ തന്നെ എന്തോ അറിയാവോ? കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ പിറ്റേ ദിവസം. ഒന്ന് കണ്ടാലോ വീഡിയോ? പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം. എനിക്ക് ഒരിക്കലും പറ്റില്ല. എനിക്ക് ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെ ജീവിക്കണം എനിക്ക് ആഗ്രഹമില്ല. സത്യമാണ് ചേച്ചി, ഇവിടെയാണ് എനിക്ക് റൂൾ റെഗുലേഷൻ അല്ലേ പാവാട്ടിമുണ്ടോ പോട്ടൊക്കെ പോയിട്ട് ഇല്ലല്ലോ. മീഡിയയുടെ മുന്നേ ഇങ്ങനെ കീഴും നോക്കിക്കോ ചേച്ചി. ഞാൻ രാത്രി ഒന്നും കഴിച്ചിട്ടില്ല, കാരണം ഞാൻ വേജ് അല്ലേ. സോ ചിലപ്പോൾ വെജ് ഫുഡ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഒന്നും കഴിക്കില്ല, ഇങ്ങനെ അഡ്ജസ്റ്റ്. ഇപ്പൊ ഇത് നമ്മൾ കണ്ട വീഡിയോ ജാൻമണിയുടെ വീഡിയോയാ. ഇനി ഇത് ട്രോളാക്കി ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിൽ ഏറ്റവും വൈറലായ ഒരു വീഡിയോ കാണിക്കട്ടെ. എനിക്ക് പറ്റില്ല, എനിക്ക് തിരിച്ച് വീട്ടിലെ പോകണം. ഇത് കല്യാണം കഴിഞ്ഞുള്ള സംഭവം. എനിക്ക് ഒരിക്കലും പറ്റില്ല, എനിക്ക് ഇങ്ങനെ പല ആൾക്കാരുടെ കൂടെ ജീവിക്കണം എനിക്ക് ആഗ്രഹമില്ല. സത്യമാണ് ചേച്ചി, ഇവിടെയാണ് എനിക്ക് റൂൾ റെഗുലേഷൻ അല്ലേ പാവാട്ടിമുണ്ടോ പോട്ടൊക്കെ പോയിട്ട് ഇല്ലല്ലോ. മീഡിയയുടെ മുന്നേ ഇങ്ങനെ കീഴും നോക്കിക്കോ ചേച്ചി. പറ്റില്ല, എനിക്ക് തിരിച്ച് ഒരാഗ്രഹം പറഞ്ഞാൽ സാധിച്ചു തരുമോ? എന്താ? ഇപ്പൊ നമ്മൾ റീല് ചെയ്തവരെയും കണ്ടു, ജാൻമണി ബിഗ് ബോസ് ചെയ്തതും കണ്ടു. ഇത് നമ്മുടെ പ്രേക്ഷകർ മുന്നിൽ പോകാൻ ചെയ്യാം. ഈ സാധനം വേണേ. അത് ഞാൻ ദേഷ്യം പിടിക്കലേ വാഴത്തുള്ളൂ. എന്നോട് ദേഷ്യം പിടിച്ചോ? ഞാൻ 2 തെറി വിളിച്ചൊന്ന് കൂട്ടിക്ക്. കമോ, എനിക്ക് പറ്റില്ല, എനിക്ക് വീട്ടിലെ പോകണം. എങ്ങനെ വീട്ടിലെ പോകണം? ചിരി പറഞ്ഞു. ഈ 2 ടൈപ്പ് നമുക്ക് ചെയ്യാം. ടാസ്ക് ആണേ. ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞതാ. നമ്മുടെ പ്രേക്ഷകരോടും ഇത് സീരിയസ് ആയിട്ടും പറയണം, നല്ല ഫണ്ണായിട്ടും പറയണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് സീരിയസ് ആയിട്ട് പറയാം. ബിഗ് ബോസ് കഴിഞ്ഞ് ഇപ്പൊ ടാസ്ക്. ബിഗ് ബോസ് ഇനിയും സീസൺ 6 കഴിഞ്ഞാൽ ഇത് മറക്കത്തില്ല മനുഷ്യർ. അപ്പൊ ഇത് ഓക്കെ. ഫസ്റ്റ് നമ്മള് ദേഷ്യം. ക്യാമറ നോക്കി പറയണേ. എനിക്ക് പറ്റില്ല, എനിക്ക് ഇവിടെ ഈ വീട്ടിൽ എനിക്ക് താമസിക്കാൻ പറ്റില്ല ചേച്ചി. എനിക്ക് വീട്ടിൽ തിരിച്ചു പോകണം. എനിക്ക് ഈ വീട്ടിലെ ഓരോ ആളുടെ കൂടെ എനിക്ക് താമസിക്കാൻ പറ്റില്ല. എനിക്ക് വീട്ടിലെ പോകണം. ഇവിടെയാണ് പവർ ടീമല്ലേ. ഞാൻ അത് പുറകെ പോയിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാം. പുറകെ പോയിട്ട് ഞാൻ ഇങ്ങനെ കിരും. ഓക്കെ, മതി 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 മതി. ഇനി നല്ല അട്ടഹസിച്ച് ചിരിച്ചോണ്ട് പറഞ്ഞേ. എനിക്ക് പറ്റില്ല, എനിക്ക് ഈ കാര്യം സത്യം പറ്റില്ല. എനിക്ക് വീട്ടിൽ വീഡിയോ പ്ലീസ്, ഞാൻ വീട്ടിലെ സത്യം ആ ദേഷ്യം ടൈമിൽ പറഞ്ഞാണ് എനിക്ക് തിരിച്ച് ചിരിക്കും. ഇനി ഈ സെയിം ഡയലോഗ് കരഞ്ഞുകൊണ്ട് അയ്യോ എനിക്ക് വീട്ടിലെ പോകണം, എനിക്ക് വീട്ടിലെ പോകണം, എനിക്ക് ഇവിടെ പറ്റില്ല, പ്ലീസ് എനിക്ക് പറ്റില്ല, ഞാൻ വീട്ടിലെ പോകണം. ഓക്കെ, നല്ലൊരു പേര്. സൂപ്പർ. എല്ലാവരും ചോദിക്കുന്നൊരു ക്ലീശ ചോദ്യമാണെങ്കിലും ചോദിക്കുക, സ്ക്രിപ്റ്റഡ് ആണോ? അല്ലോ, ഒരിക്കലും അല്ല. എന്നാലും ഇപ്പം ഒരു പ്രണയം കാണും, ഒരു ഗെയിം ചേഞ്ച് ചെയ്യുന്ന ഒരാൾ കാണും. അങ്ങനെയൊക്കെ നിങ്ങളെ പറഞ്ഞു വിടുവോ? ഇന്ന ആളെ ടാർഗറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു വിടത്തില്ല. ഒരിക്കലും പറഞ്ഞു വിടില്ല. ആ വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് അത് കുറേ ആൾക്കാർ നോക്കി, ബിഗ് ബോസ് നോക്കിയാൽ നമ്മളെങ്ങനെ കളിക്കാം. ആ പ്ലാനിങ് ചിലപ്പോൾ സ്വന്തമായിട്ട് ഇരിക്കും. പക്ഷെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ട് ഒന്നുമില്ല. നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ലോ നിങ്ങൾ വയ്യാഴിക വരുമ്പോൾ, അത് മലയാളി ഡോക്ടറാണോ നോക്കുന്നേ? അവരെന്തെങ്കിലും നിർദ്ദേശം? അല്ല, എൻ്റെ തമിഴ് ഡോക്ടേഴ്സ്, തമിഴ് ആൾക്കാർ. പക്ഷെ ആ ടൈമില് പോട്ടൊക്കെ ക്യൂ, എല്ലാവരും മാസ്ക്, സന്നോ ടോക്കി, നമുക്ക് അവരെ കാണാനും പോലും മാസ്ക് ഗ്ലാസ് വെച്ചിട്ട്. വൈൽഡ് കാർഡ് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടെങ്കിലും ബിഗ് ബോസിന്റെ വൈൽഡ് കാർഡിനെ ചേഞ്ച് ചെയ്തൊരു വ്യക്തി സിബിന. വിശ്വസിക്കുന്നുണ്ടോ? സിബിൻ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു ഹൗസിൽ? പവർ ഹൗസിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ട്, കാരണം എനിക്ക് കുറേ കാര്യങ്ങളും അറിയുന്നുണ്ടായി. പക്ഷേ എന്താ പറയുന്നത്, ഒറ്റയ്ക്ക് നമ്മൾ ചെയ്യാൻ പറ്റില്ല. സിവിൻ ചിത്രൻ വന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ കുറേ കാര്യം നമ്മൾ സംസാരിച്ച്, ഞാൻ അപ്പോൾ ചിന്തിച്ചിട്ട് ഇങ്ങനെ ഉണ്ട്, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് സിവിൻ ചിത്ര. അതേപോലെ ഋഷി എനിക്ക് ചോദിച്ചു, ഇനി കള്ളത്തി നീ 1 മാസമായി, 1.5 മാസമാവാതെ ഇനി 1 മാസമായി, നീ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ് എനിക്ക് അറിയുന്ന കാര്യം എനിക്ക് എത്രക്കുള്ളും സത്യമായി അറിയില്ലല്ലോ. സിബിനുള്ള സമയത്ത് നമ്മൾ കണ്ട പ്രമോ എന്ന് പറയുന്നത്, സിബിനെ ഒരിക്കലും മെൻ്റൽ കൊണ്ട് അവിടെ ഓക്കെ അല്ല, സിബിന് പുറത്തിറങ്ങണം, ബിഗ് ബോസ് എന്നെ പുറത്താക്കൂ. അങ്ങനെ സിബിൻ പുറത്തിറങ്ങിയിട്ട് സിബിൻ മാധ്യമങ്ങളോട് പറയുന്നത്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് ഞാൻ അവിടെ പറഞ്ഞത്, പക്ഷെ ബിഗ് ബോസ് എന്നെ പുറത്താക്കുകയായിരുന്നു എന്നത് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഞാൻ ആ എപ്പിസോഡ് ഞാൻ വന്നു കഴിഞ്ഞത്തെ എപ്പിസോഡ് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ യൂട്യൂബിലെ വന്ന് ഒരു 2 ഷോർട്സ് മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ. എന്താ സംഭവിച്ചത് എനിക്ക് അറിയത്തില്ല. കാരണം പൂജാന്റെ കാര്യമാണ് എനിക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടായി. കാരണം പൂജാന്റെ കൂടെ ഞാൻ എത്രയും കണക്ട് ആയി പോയി. ഓക്കെ, ഈ ലാലേട്ടന് ഓരോ സമയം ദേഷ്യപ്പെടുമല്ലോ. എപ്പോഴെങ്കിലും ജാൻമണിക്ക് തോന്നിയിട്ടുണ്ടോ ലാലേട്ടൻ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്താൽ ദേഷ്യപ്പെടുന്നതെന്ന്?
അങ്ങനെയല്ല, ലാലിതൻ എനിക്ക് കുറെ തമ്മ കൊടുത്ത് ചീത്ത പറഞ്ഞ്. അപ്പൊ ദേഷ്യം ഉണ്ടായിരുന്നോ? ഇല്ല, ലാലത്തിന് ദേഷ്യം പിടിക്കുക പറഞ്ഞാൽ എനിക്ക് ചിരി വരും. പിന്നെ അത് ചിരിക്കാൻ പറ്റില്ല, മിണ്ടായിരിക്കും. പിന്നെ ലാസ്റ്റ് ടൈം ലാലിതൻ എനിക്ക് കുറെ ചീത്ത പറഞ്ഞ് ഇങ്ങനെ നടപടി പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ സോറി പോലെ പറയാൻ പറ്റില്ല, എനിക്ക് മറന്നു പോയി. ബിഗ് ബോസ് പോകാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ജാൻമണിയുടെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു കൊടുക്കാനുള്ളത് എന്തുവാ? യു ഹാവ് ടു ബി വെരി സ്ട്രോങ്. നമുക്ക് മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആവണം. പിന്നെ ഏതൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ വിൽ പവർ വേണം. പിന്നെ ബാക്കി പേഴ്സണാലിറ്റി വൈസ് ലൈക്ക് നമ്മൾ എങ്ങനെയാണ് ജെന്വൻ ആയിട്ട് ഇരിക്കണം. 3 സാധനം നമ്മളെപ്പോഴും കഴിച്ച ഓരോ ആളുടെ പേഴ്സണൽ സ്പേസിൽ പോയിട്ട് കാണിക്കുന്ന ഓരോ ആവശ്യമില്ല. ഇപ്പം ജാൻമണി തന്നെ പറയുകയുണ്ടായി, സിബിൻ വന്നപ്പോഴത്തേന് കളവ് അങ്ങ് മാറി. ആ സിബിൻ പോകേണ്ട ഒരു സാഹചര്യം എന്തുവായിരുന്നു തോന്നിയിട്ടുണ്ടോ? തിരിച്ചിറങ്ങണ്ടേ? മീൻസ് അതായത് സിബിൻ വയൽക്കാടി വന്നപ്പം തന്നെ മിണ്ടാതിരിക്കുന്ന ആൾക്കാർ വരെ മിണ്ടാനും തുടങ്ങി, ശബ്ദിക്കാനും തുടങ്ങി. എല്ലാവരും മുഖംമൂടി സിബിൻ മാറ്റി. ആ സിബിൻ കയറിയതും കണ്ടു, പെട്ടെന്ന് അതുപോലെ ഇറങ്ങുന്നതും കണ്ടു. ഇറങ്ങേണ്ട ടൈം ആയിരുന്നു ശരിക്കും സിബിൻ്റെ? ഇല്ല, ടോപ്പ് 5 വന്നേനെ. ജാൻമണി ഇപ്പം ഇറങ്ങേണ്ട വ്യക്തിയായിരുന്നോ? ജാൻമണി ഇപ്പം ഇറങ്ങേണ്ട വ്യക്തിയായിരുന്നു ബിഗ് ബോസിൽ നിന്ന്? എനിക്കറിയത്തില്ല. കാരണം ഉള്ളിലേക്ക് എല്ലാവരും എനിക്ക് പറഞ്ഞു ജാനു പോയില്ല, ജാനു. അതിനാണ് ഞാൻ ഷോക്കായി പോയി. ജാനു പോയില്ല, ജാനു ടോപ്പ് 5 ജാനു ഉണ്ടാവും. അങ്ങനെ എന്താ പറഞ്ഞ് ഉണ്ടാവും പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞേ. പക്ഷെ പെട്ടെന്ന് കാരണം എനിക്ക് സമയം മോശമല്ല, എന്നെ പുറത്തേക്ക് ഒന്ന് സപ്പോർട്ട് വന്നാണ്. സോഷ്യൽ മീഡിയ ഞാൻ ആർക്കും തന്നിട്ടില്ല, എൻ്റെ PR ഇല്ല. എൻ്റെ ഫ്രണ്ട് ഇന്ന് മോർണിംഗ് കണ്ണ് ബബിയാണ് എന്താ പറയുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കി. പക്ഷെ ആ പാസ്വേഡ് മാറി ഫോണ് ഓപ്പൺ ആക്കാൻ വേണ്ടി നോക്കി പാസ്വേഡ് മറന്നു പോയി. ഇപ്പോൾ ഉള്ള കണ്ടസ്റ്റന്റുകളിൽ മുഖംമൂടി അഴിക്കാതെ നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ജാൻമണി എന്ത് ഉത്തരം തരും? മുഖംമൂടി മീൻസ് ഫേക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഇപ്പോഴും ജെന്യൂനായിട്ട് നിന്നിട്ടില്ല, ഗെയിം കളിച്ചിട്ടില്ല എന്ന് തോന്നിയ കണ്ടസ്റ്റന്റുകളുണ്ടോ ഇപ്പോഴും? കുറേ ഉണ്ട്. അതാരൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? എല്ലാവരും പേരെ ഇപ്പോൾ പറഞ്ഞു, കുഴപ്പമില്ല, ശരിയാണ്. അതെനിക്ക് മോസ്റ്റ് ഓഫ്. പക്ഷെ അവര് അർജുൻ ഐ തിങ്ക് ശരിക്കും നമ്മൾ ബിഗ് ബോസിൽ കാണുന്ന അർജുൻ അല്ല അർജുൻ. ഇല്ല. അപ്പം പുറത്ത് വരാനുണ്ട്. അതുപോലെ വേറെ ആരാണ്? വേറെ അവർ ഓൾമോസ്റ്റ് ആൾക്കാർ കളിച്ചിട്ടേ ഇരിക്കുന്നത്. പക്ഷെ ഐ തിങ്ക് അർജുൻ കുറച്ച് ഓപ്പൺ അപ്പ് ആവുന്ന ആവശ്യമുണ്ട്, ആകാനുണ്ട്. എൻ്റെ ഒപ്പീനിയനിലാണ്. കാരണം അവന് ഇപ്പോൾ അവന് ഒരു കളിയല്ല, അവന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന മാത്രമേ ഉള്ളൂ. ബിഗ് ബോസ് വിന്നർ സീസൺ 6 ആകണമെന്ന് ആഗ്രഹമുള്ള കണ്ടസ്റ്റൻ്റ് ആരാണ് ജാൻമണിക്ക്? ജിൻഡു സിറ്റൻ അല്ലെങ്കിൽ ഋഷി ഭയങ്കര ജെന്വനാണ്. ഭയങ്കര ജെന്വനാണ്. അപ്പൊ ഇവർ രണ്ടാണ് കപ്പടിക്കാൻ സാധ്യത. എൻ്റെ ആഗ്രഹം. സാധ്യത നോക്കുമ്പോൾ ആരായിരിക്കും? എനിക്ക് അറിയത്തില്ല. കാരണം ആ 50% ഗെയിം എനിക്ക് മനസ്സിലായിട്ടില്ല. ഫസ്റ്റ് തിങ്ക് മനസ്സിലായിട്ടില്ല. കാരണം അതെന്താ, കാരണം ആ ഒരു വീട്ടിൽ നമുക്ക് സർവൈവൽ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫാമിലിയുടെ കൂടെ എങ്ങനെ ഇരിക്കണം, അതാണ് എൻ്റെ രീതി. എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ പറയുക, ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. പക്ഷെ അതുക്കും മേലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക്, കാരണം അത് ബിഗ് ബോസിന്റെ ഹൗസ് ആണ്. ബിഗ് ബോസിന്റെ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അവസരങ്ങൾ കളഞ്ഞാണല്ലോ നിങ്ങളെപ്പോലുള്ള കണ്ടസ്റ്റന്റുകൾ വന്ന് ഗെയിം കളിക്കുന്നത്. ഇത്രയും ദിവസമായിട്ടും അവിടെ നിൽക്കാൻ അർഹതയില്ലെന്ന് തോന്നിയ ആളുകൾ ആരൊക്കെയാ ജാൻമണിക്ക്? അർഹത ഇല്ലാത്ത ആൾക്കാർ അവിടെ ഇല്ല. കാരണം എല്ലാവരും സ്വന്തം ഗെയിം പ്ലാൻ ചെയ്തിട്ട് പോന്നെ. എല്ലാവർക്കും കാരണം എത്ര ഒരു എന്താ പറയുക, അർഹത ഇല്ലെങ്കിൽ ഒബ്വിയസ്ലി ബിഗ് ബോസിലെ കേടില്ല. ബിഗ് ബോസിലെ കേടിത്തുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അർഹതയുണ്ട്. കാരണം കുറെ ഇന്റർവ്യൂസ്, കുറെ സിലക്ഷൻ കൊടുത്ത് മാത്രം കിട്ടുന്ന ഉള്ളൂ. പക്ഷെ അവിടെ പോയിട്ട് എന്താ പെർഫോമൻസ് കൊടുക്കണം, അത് നമ്മളുടെ കയ്യിലേക്കാണ്. അത് നമ്മൾ തന്നിട്ടില്ലെങ്കിൽ ബിഗ് ബോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് അവർ ഹാൻഡ്.